സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് 8 വയസ്സുള്ള കുട്ടിക്കുള്ള ബോക്സ് പ്ലീറ്റിട്ട സ്കർട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ സ്കർട്ടിന് ഒരു 18 ഇഞ്ച് ഇറക്കവും 22 ഇഞ്ച് ഇളിവണ്ണവുമാണ് വേണ്ടത്. അപ്പം ഈ പ്ലീറ്റ് നല്ല അടുങ്ങിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ലൂസിട്ട് വേണം നമ്മളിത് ഈ തുണി ചേർത്തെടുക്കാൻ. അതിനുവേണ്ടി നമ്മൾ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ 3 പീസും ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ചേർത്തിട്ടതിന് ശേഷമാണ് പ്ലീറ്റ് ഇടുന്നത്. ഇനി നമ്മൾ തുണി താണ്ടി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വേണം ഇറക്കം അടയാളപ്പെടുത്താൻ. ഈ തേര് ഭാഗം നമ്മൾ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. ഇനി നമുക്കിതിൻ്റെ ഇറക്കം 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 19 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വശത്തും 19 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പം നമുക്കിത് രണ്ടും കൂടെ ചേർത്തൊരു ലൈൻ കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ഒരു 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ 3 പീസും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ലൂസ് കിട്ടും. പ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് അടുങ്ങി കിടക്കുകയും ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ 3 പീസും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് ഈ ഓരോ പീസും നല്ല വശവും ചേർത്ത് വയ്ക്കണം. ആദ്യം ഒരു പീസ് എടുത്ത് അതിൻ്റെ നല്ല വശം മുകളിലാക്കി വെച്ചിട്ട് അടുത്ത പീസ് എടുത്ത് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കണം. ആദ്യം വെച്ച പീസിൻ്റെ നല്ല വശം മുകളിലും രണ്ടാമത്തതിൻ്റെ നല്ല വശം താഴെയുമായിട്ട് വെക്കണം. കണ്ടോ? അപ്പം നല്ല വശവും ചേർന്ന് വരും. ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇത് നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചേർത്ത ഭാഗത്ത് വീണ്ടും നല്ല വശം മുകളിലാക്കിക്കൊണ്ട് കണ്ടോ? ചേർത്ത ഭാഗം ഇങ്ങനെ തുണി മടക്കി അങ്ങോട്ട് വെച്ചുകൊണ്ട് നല്ല വശം മുകളിലാക്കിക്കൊണ്ട് അടുത്ത പീസിൻ്റെയും നല്ല വശം താഴെയാക്കി. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും നല്ല വശവും കൂടി ചേർത്ത് വെക്കും. ചേർത്ത് വെച്ചിട്ട് അതും ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ചേർത്തെടുക്കാം. അപ്പം നമ്മൾ ഈ 3 പീസും ചേർത്തെടുത്തിനി നമുക്കിത് പ്ലീറ്റ് ഇട്ടെടുക്കണം. പ്ലീറ്റ് ഇട്ടെടുക്കുന്നതിന് വേണ്ട ആദ്യം നമ്മൾ ആ പീസ് ഇങ്ങോട്ട് വെച്ച് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് മടക്കിക്കൊണ്ട് 1-2 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ആ പ്ലീറ്റ് ഇവിടെ നിന്ന് അകത്തോട്ട് ശ്രദ്ധിച്ചോണം. കണ്ടോ? അതിങ്ങോട്ട് തിരിക്കണം. അപ്പോഴാണ് ഇത് ബോക്സ് പോലെ വരുന്നത്. എന്നിട്ട് ആ പ്ലീറ്റിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ തയ്ച്ചാൽ മതി. ഫുള്ളായിട്ട് തയ്ക്കരുത്. 1/4 ഭാഗം തയ്ച്ചിട്ട് വീണ്ടും ഈ വശം അങ്ങോട്ട് തിരിച്ച് തയ്ക്കണം. എന്നിട്ടോ ശ്രദ്ധിച്ചോണം. ഒരു സ്വല്പം വെട്ടത്തിന് കുറവുണ്ട്. കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ കറുത്ത തുണിയും കൂടെ അല്ലയോ സ്കർട്ടിൻ്റെ, അത് കറുപ്പ് തുണിയും കൂടെ ആയതുകൊണ്ടാണ്. അതാ തിരിച്ച് അങ്ങോട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും 1-2 കണ്ടോ ഒന്നും കൂടെ ശ്രദ്ധിച്ചണം. കണ്ടോ? തിരിച്ച് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് 1-2 സ്റ്റിച്ച് കൊടുക്കണം. 1-2 സ്റ്റിച്ച് കൊടുത്ത് കുത്തി നിർത്തിക്കൊണ്ട് ഇനി ഇതാ ഇങ്ങോട്ട് തിരിച്ച് വെക്കണം. കണ്ടോ? ഇങ്ങോട്ട് വെക്കുമ്പോൾ ബോക്സ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കണം. ഇതുപോലെ നമുക്ക് 22 ഇഞ്ച് ഇളിവണ്ണം ഇല്ലുള്ള അതിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ ഇളിവണ്ണം വെച്ചോണം. 23 ഇഞ്ച് ആകത്തക്ക രീതിയിൽ ഇതേപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാൻഡ് പീസ് വെക്കുന്നതിന് വേണ്ടി 4 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വശം ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കണം. മടക്കി തയ്ച്ചിട്ട് നമ്മൾ ഈ
പ്ലീറ്റ് ഇട്ട് വെച്ച പീസ് എടുത്ത് അതിൻ്റെ ചീത്ത വശത്ത് ഈ ചെറിയ പീസ് ഉണ്ടല്ലോ, ബാൻഡ് പീസ്, അതിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. ചീത്ത വശത്തോട്ട് ബാൻഡ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് എടുത്തതിന് ശേഷം ഇത് ഇങ്ങോട്ട് നല്ല വശത്തോട്ട് മടക്കണം. മടക്കി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകൾ വശത്തോട്ട് ഇത് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വെച്ച് അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ കൂടി മടക്കണം. മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം 1/4 ഇഞ്ച് വീതിയിൽ മടക്കി പിന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ കൂടി മടക്കിക്കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.